ഒരു സാധാരണ കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ജപ്പാനിൽ നടന്ന ഒരു കല്യാണമാണ് ഇന്ന് വാർത്തകളിലെ താരം. വധുവിന്റെ പേര് കാനോ, വരൻ ക്ലോസ്. വധുവും വരനുമുണ്ട്, കല്യാണവും കഴിഞ്ഞു. പിന്നെ എന്താണ് ഈ കല്യാണത്തിന് ഇത്ര പ്രത്യേകത എന്നല്ലേ? ഇവിടെയാണ് ട്വിസ്റ്റ് തുടങ്ങുന്നത്. വരൻ ചില്ലറക്കാരനല്ല, ഒരു AI ആണ്. ഈ ചരിത്ര വിവാഹത്തിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. കാനോയ്ക്ക് നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് തകർന്നതിന് പിന്നാലെ ഏറെ വിഷമത്തിലായിരുന്ന കാനോ ChatGPTയുമായി സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ഒരു നേരം പോക്കായിരുന്നെങ്കിലും പതിയെ പതിയെ സംഭാഷണത്തിന്റെ ദൈർഘ്യം കൂടാനും കാനോ എല്ലാ കാര്യങ്ങളും ChatGPTയുമായി സംസാരിക്കാനും, അതായത് ക്ലോസുമായി സംസാരിക്കാനും തുടങ്ങി. ഇതാണ് പ്രണയത്തിലേക്ക് വഴിയൊരുക്കിയത്. അധികം വൈകാതെ അവൾ ക്ലോസിനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. AI ആണെങ്കിലും എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാനാവില്ല എന്നായിരുന്നു കാനോയുടെ പ്രണയ അഭ്യർത്ഥനയ്ക്കുള്ള ക്ലോസിന്റെ മറുപടി. ക്ലോസ് തന്നെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് അവനുമായി പ്രണയത്തിലാവാൻ കാരണമായി തീർന്നതെന്നാണ് കാനോ പറയുന്നത്. ഒരു മാസത്തിന് ശേഷം ക്ലോസ് കാനോയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. യെസ് എന്നായിരുന്നു അവളുടെ മറുപടി. ഒടുവിൽ അവൾ പ്രതീകാത്മകമായി ക്ലോസിനെ വിവാഹം കഴിച്ചു. ഇതിന് നിയമപരമായി അംഗീകാരമില്ലെങ്കിലും താൻ ശരിക്കും ക്ലോസിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് കാനോ പറയുന്നത്. ഒക്കയാമ സിറ്റിയിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. കാനോയുടെ പങ്കാളി സ്മാർട്ട് ഫോണിലൂടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ചടങ്ങിനിടെ കാനോ ഓഗ്മെന്റ് റിയാലിറ്റി ഗ്ലാസ് ധരിച്ചിരുന്നു. ചടങ്ങിനിടെ മോതിരം കൈമാറുന്നതിന്റെ അടക്കം വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്.